നമ്മൾ പലതരത്തിലുള്ള വീടുകളുടെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വീട് പണിയുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഇവിടുത്തെ ഓരോ സ്റ്റേജസ്. ഇപ്പോൾ ഒരു പ്ലെയിൻ ലാൻഡ് കാണും. അത് അവർ ആദ്യം നമ്മുടെ നാട്ടിൽ ചെന്നവരൊക്കെ തന്നെ വാനം എടുത്തിട്ട് ഓരോ പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പിയെല്ലാം ഇട്ട് ഇത് പിന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ കാണിച്ചു തരാം, ഞാൻ അപ്പുറത്തൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതേമാതിരി കമ്പിയെല്ലാം ഇട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് പോയിൻറ്റ്സും എല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫുള്ള് കോൺക്രീറ്റ് നിറയ്ക്കും. കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻ ഒരു കോൺക്രീറ്റിൻ്റെ ഇതായിരിക്കും. അത് കഴിഞ്ഞുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിം അടിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ആളുടേത് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുൻവശം കാണിച്ചുതരാം ഞാൻ, ഒരു സെക്കൻഡ്. ഇതാണ് വീടിൻ്റെ മുൻവശം. ഇപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പം മേളിൽ ഷീറ്റെല്ലാം അടിച്ച് കഴിഞ്ഞു, ഫ്രെയിംസും വെച്ച് കഴിഞ്ഞു. ഫ്രെയിംസ് വെച്ച് ഷീറ്റൊക്കെ അടിച്ച് അതിനടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വന്നിട്ട് വെളിയിൽ ഒരു ലെയർ ഫുള്ള് കട്ട ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്രെയിംസ്, സ്റ്റഡും കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്തിരിക്കുകയാണ് ഫുള്ള്. ഇതൊന്നും എനിക്കൊന്ന് ലിവിങ് റൂമാണെന്ന് തോന്നിയത്, എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. ഇപ്പം ഇത് കണ്ടിട്ടൊരു ഇത് ഗരാജ്, വണ്ടി കയറി വന്നത് ഇത് ഗരാജായിരിക്കും. മേളിലും അവർ ഷീറ്റ് ഇട്ടിട്ട് അവിടെ ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി പുറത്ത് വന്നിട്ട് ഒരു ലെയർ ഫുള്ള് കട്ട വന്നു കഴിഞ്ഞിട്ട് വെളിയിൽ, അപ്പോൾ ഇതിനകത്ത് കട്ട വന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇൻസുലേഷൻ വെച്ച് നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെളിയിൽ, അതായത് ഇൻസൈഡിൽ ഒരു ജിബ്രോക്ക് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. ജിബ്രോക്ക് വെച്ചിട്ട് മേളിൽ അത് കഴിഞ്ഞിട്ട് പുട്ടിയിട്ടിട്ട് പിന്നെ പെയിൻ്റ് അടിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ ഓരോ കറണ്ടിൻ്റെ ആണെങ്കിലും ഗ്യാസിൻ്റെ ആണെങ്കിലും എല്ലാ ലൈനുകളൊക്കെ അവർ ഓൾറെഡി എടുത്തിട്ട്, ഇത് ടോയ്ലറ്റാണ്, ടോയ്ലറ്റിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. കണ്ടില്ല, ഇത് ട്രെയിൻ പോയിൻറ്റുകളാണ് ഈ കാണുന്നത്, ട്രെയിൻ പോയിൻറ്റുകൾ. ഇവിടെ തോന്നുന്നു എനിക്ക് വാഷ് ബേസിനാണ് തോന്നുന്നത്. അതിൻ്റെ ഫ്രെയിമെല്ലാം അവർ അടിച്ചിട്ടേക്കുന്ന കണ്ടില്ലേ, വാഷ് ബേസിനാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്, 2-3 പണിക്കാരുണ്ട്, അവർ പണി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബേസിക് കൺസ്ട്രക്ഷന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, കട്ട വെളിയിൽ ഒരു ലെയർ കട്ട വരുമെന്ന്. അപ്പോൾ ആ കാണുന്ന വീട് കണ്ടോ, ഇതിപ്പുറത്തൊരു വീടാണ്. അപ്പോൾ അതേമാതിരി വെളിയിൽ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ല നിങ്ങൾക്ക്. അങ്ങോട്ട് കുറച്ചുകൂടെ അടുത്ത് പോവാം. നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, അവർ പെർമിഷൻ ഇല്ലാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടായതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞ് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമുക്കിപ്പം വേറൊരാളുടെ വീടിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റുകയില്ല. ഞാൻ വെളിയിൽ നിന്ന് കണ്ടാലും കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട, ഞങ്ങൾ വെളിയിൽ അവർ കട്ട എല്ലാം അടിച്ച് വെച്ചേക്കാണ്. ഇവരെനിക്കൊന്ന് ഇൻസൈഡിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇൻസൈഡിൽ അവർ മറ്റേ ഇൻസുലേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇത് വിട്ട് കഴിഞ്ഞു. ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ജിബ്രോക്കും അടിച്ച് വെച്ചേക്കാണ്. അതാണ് ഇവിടുത്തെ സിമ്പിൾ പരിപാടിയാണ്. കട്ടയുടെ ഇപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ കട്ട വെച്ചിട്ട് പിന്നെ സിമെൻറ്റ് വെച്ച് തേച്ച് അങ്ങനെയൊക്കെയല്ലേ നാട്ടിലെ പരിപാടി. അപ്പോൾ അത്രയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ പരിപാടി നടക്കും, സിമ്പിളാണ്. ഞാനിപ്പോൾ തൊട്ടപ്പുറത്തെ ഒരു പുരയിടത്തിലേക്ക് വന്നതാണ്. അപ്പം ഇതാണ് കോൺക്രീറ്റ് കഴിഞ്ഞുള്ള ആ സ്റ്റേജ്. പിന്നെ ഇത് സ്റ്റീലാണ്. ആക്ച്വലി 2 തരത്തിലൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെ തടിയുടെ, അതായത് ഇൻസൈഡ് ഫ്രെയിമിങ് തടിയുടെയും ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ സ്റ്റീലിൻ്റെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും, പിന്നെ അതിന് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. തടി മാതിരിയല്ല. തടി എനിക്ക് തോന്നുന്നു ഇവർ 25 വർഷം വാറണ്ടി തരുന്നുണ്ട് തടിക്ക്. സ്റ്റീലിന് 30 ആയിരിക്കും, 30-35 ആയിരിക്കും, എക്സാക്റ്റ്ലി അറിയത്തില്ല. അപ്പോൾ ഇതാണ് സ്റ്റീലിൻ്റെ ഫ്രെയിം. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല, ഇത് പുറത്തോട്ട് വേറെ ആളുടെ പുരയിടമാണ്. അപ്പോൾ തടിക്ക് പകരം സ്റ്റീൽ വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു സ്റ്റീൽ കുറച്ചുകൂടെ പോപ്പുലർ ആയി തുടങ്ങിയത് നമ്മുടെ കൊറോണ സമയത്ത് ഇവിടെ തടിയുടെ കുറേ ഷോർട്ടേജൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റീൽ പണ്ടുമുണ്ട്, പക്ഷേ ആ സമയത്ത് അവൈലബിലിറ്റി അനുസരിച്ച് ഇവർ സ്റ്റീലിൽ കുറേ ആൾക്കാരൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്റ്റീൽ കുറച്ച് പോപ്പുലർ ആയി തുടങ്ങി. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ ആൾക്കാർ ഇപ്പോൾ സ്റ്റീലിലേക്ക് മാറി തുടങ്ങിയതാണ്. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്, മുമ്പേ നമ്മൾ കണ്ട ആ വീട്. അതാണ് വെളിയിൽ നിന്നുള്ളൊരു വ്യൂ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇവിടുത്തെ വീടിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ചെയ്തതാണ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ നോർമൽ സംഭവങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. പിന്നെ തുടരെ വേറെ വെറൈറ്റി വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.